പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം നാളെ നടക്കും. നാളെ വൈകിട്ട് 7:00 മത്സരം നടക്കും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ആദ്യ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പോണൻസ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് ഈ സീസണിൽ നടക്കാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ മത്സരം മോഹൻബഗാൻ സൂപ്പർ ജയൻസിനോട് പരാജയപ്പെട്ടിട്ട് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് വിജയിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിനായി തയ്യാറെടുത്തുകൊണ്ട് വരുന്നത്. ഇരു ടീമുകളും ഒരേ മത്സരം പരാജയപ്പെട്ട് ഒരേ മത്സരം വിജയിച്ചുകൊണ്ടാണ് വരുന്നത്. ASLന്റെ മൂന്നാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയുള്ള കോച്ചുമാരുടെ കീഴിലൊക്കെ എവേ സ്റ്റാറ്റ്സ് വളരെ മോശമായിരുന്നു. എവേ ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് വളരെ പൂറായിരുന്നു. ഈ ഒരു വർഷമെങ്കിലും എവയിൽ നല്ല പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ വർഷം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമായിട്ടാണ് ISL വരുന്നത്. എല്ലാ സീസണിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ബിലോ ആവറേജ് ടീമായിട്ടാണ് വരാറ്. ഈ വർഷം ഒരു ടൂറിംഗ് കപ്പ് വിൻ ചെയ്തുകൊണ്ട് ISLലേക്ക് വന്നതാണ്. മോഹൻബഗാൻ സൂപ്പർ ജയൻസിനായിട്ട് 2 ഗോളിന് ലീഡ് ചെയ്ത ടീമാണ്. 2 ഗോളിന് ലീഡിൽ പോയ ടീമാണ് പിന്നീട് ഫൈനലിസ്റ്റിൽ വരുമ്പോൾ 3-2 പൊട്ടിയത്. മോഹൻബഗാൻക്ക് ബെഞ്ച് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് മാത്രമാണ് മോഹൻബഗാൻ ആ കളിയിൽ വിജയിച്ച് കയറിയത്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഈസ്റ്റ് ബംഗാളിനോട് 2-1 വിജയിച്ചുകൊണ്ടാണ് മൂന്നാം മത്സരത്തിലേക്ക് വരുന്നത്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന് നമ്മളുടെ കോച്ച് കൊടുത്ത ഇൻ്റർവ്യൂവിലും പറയുന്നത് ലൂണ അടുത്ത മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു ഒഫീഷ്യൽ നമുക്കൊരു റിപ്പോർട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് പുറത്തു വരുന്നതിന് വിചാരിക്കാം. ഏതായാലും ട്രാവൽ ചെയ്തുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ കളിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നോർത്ത് ഈസ്റ്റിലേക്ക് ഇപ്പോൾ ഗുവാഹത്തിയിലേക്ക് ടീമുമായി ട്രാവൽ ചെയ്തിട്ടുണ്ട് ലൂണ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയം കളിച്ചാലും അതിശയിക്കാനില്ല. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഈ വർഷത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ച പെർഫോമൻസാണ്. അവരുടെ വിങ്ങിലാണ് അവരുടെ മെയിൻ സ്ട്രോങ് എന്ന് പറയുന്നത്. അവരുടെ ഫോറിൻ വിങ്ങറും നമ്മളുടെ ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ ജിതിനുമാണ് അവരുടെ മെയിൻ പ്ലേയേഴ്സ്. അവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് മെയിൻ ത്രെട്ടായിട്ട് വരിക. ഏതായാലും ഫസ്റ്റ് മത്സരം തന്നെ വിജയിച്ചുകൊണ്ട് നമുക്ക് തുടക്കമിടാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും ലൂണ വന്നില്ലെങ്കിൽ നമ്മൾ അതേ ലൈനപ്പ് തന്നെ ആയിരിക്കും നിലനിർത്താമെന്ന് തോന്നുന്നത്. ഏതായാലും പെപ്പറിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കലായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു 60 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശക്തി വെച്ചാൽ ഒപ്പോണൻസ് ടീം ഒന്ന് തളർന്ന് നിൽക്കുമ്പോൾ പെപ്പറയെ പോലെ നല്ല പേസുള്ള പ്ലെയർ വരിച്ചാൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. ഏതായാലും നമുക്ക് മാച്ച് റിസൾട്ടുമായി നാളെ കാണാം.